എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മുടെ മുറ്റത്ത് ഗാർഡനിലാണ് കേട്ടോ. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികളൊന്നുമില്ല, ഇവിടെ കൂടുതൽ റോസ് തന്നെയാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ ഭയങ്കര കരികില വീണ് എല്ലാം ആകെ കൊളായി കിടക്കുവാണ് കേട്ടോ, എല്ലാം ചെടികളുടെ ചുവടൊക്കെ. അപ്പോൾ പാർട്ടായിട്ട് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുറച്ചായിട്ടൊക്കെ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റോസ് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഈ റോസ് 5 വർഷമുണ്ട്, ഇതിൻ്റെ 5 വർഷം മുന്നേ വെച്ചതാണ്. അപ്പം അത്രയും നല്ല ഇതായിട്ട് നിൽക്കുവാണ്. പിന്നെ ഇതിന്ന് ഒരുപാട് കമ്പുകൾ, ഇതാണ് ഫസ്റ്റ് നട്ടത് ഇത്. പിന്നെ ഇതിൽ നിന്ന് കമ്പൊടിച്ച് വെച്ച് ഒരുപാട് റോസുകളൊക്കെ ഞാൻ ആ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിക്കില്ല കേട്ടോ, റബ്ബറിൻ്റെ ഇതായതുകൊണ്ട് തന്നെ ചൂടല്ലേ, അതുകൊണ്ട് പച്ചക്കറികൾ ബുദ്ധിമുട്ടാണ്. വെണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പിടിച്ച് അത്രയേ ഉള്ളൂ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെടികൾ തന്നെ കുറച്ച് ചെടികളൊക്കെ തന്നെ നന്നായിട്ട് വളരുള്ളൂ കേട്ടോ. 4 മണി, പിന്നെ വാടാമുല്ലയൊക്കെ വളരും കേട്ടോ, വാടാമുല്ല. അങ്ങനെ കുറച്ച് ഗാർഡന് അപ്പോൾ അതാ ആകെ കൊളായിട്ട് കിടക്കുവാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു കൊച്ചു മൺവെട്ടി ഉണ്ട് കേട്ടോ, അതാണത് ചെറുതാണ് കേട്ടോ. വലിയ മൺവെട്ടി വേറെ ഉണ്ട്, അത് ചേട്ടൻ എന്തെങ്കിലും കൊത്താൻ എടുക്കുകയുള്ളൂ, ഞാൻ എടുക്കത്തില്ല കേട്ടോ. ഞാനിത് തന്നെ എടുക്കുന്നത്. അവിടെ ഒരു ഓലയൊക്കെ മറിഞ്ഞു വന്ന് വീണ് കിടപ്പുണ്ട്, അത് പിന്നെ ചേട്ടനെ കൊണ്ട് അത് വെട്ടി മാറ്റിപ്പിക്കും. അതെനിക്ക് വെട്ടാം, പിന്നെ അത് വെട്ടി മാറ്റിയില്ല കേട്ടോ. അത് പിന്നെ പാർട്ടായിട്ടല്ലേ ചെയ്യുള്ളൂ, എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി വയ്യാതോ ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അങ്ങോട്ട് കുറച്ച് മാറ്റിയൊക്കെ ഇട്ട്, അത് ചരിഞ്ഞ് വീണ്, അത്രയ്ക്ക് ചൂടിൻ്റെതാണോ എന്തോ 2 ഓല ഇതുപോലെ ഇങ്ങനെ അവിടെ ഒടിഞ്ഞു വീണു കേട്ടോ. അപ്പം അത് പൊന്നുക്കുട്ടൻ വലിച്ച് അങ്ങനെ ഇങ്ങനെ താഴത്തോട്ട് ഒന്നുകൂടി ആക്കി ഇട്ടിരിക്കുകയാണ്, ചെറുതായിട്ട് ചരിഞ്ഞ സാധനം. അപ്പോൾ അതിന് ശേഷം എന്താ അവിടെ അതിൻ്റെ താഴേക്കുള്ള നിറയെ ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ, ആകെ കൊളായി. നല്ല കട്ടിപ്പുല്ലാണ്, മറ്റേ എന്താണ് അതിൻ്റെ പേരെന്തായിരുന്നു, പെരുകില. ആ നിൽക്കുന്നതൊക്കെ പെരുകിലാണ് കേട്ടോ, അതൊന്നും പോകത്തില്ല, വേരങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ വളരുമ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ചങ്ങ് കളയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് പച്ചക്കറികൾ വേസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ എന്താണ് ഒരു കഞ്ഞിവെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് പുതിയ തളിരിലകളൊക്കെ വരട്ടെ, നിറയെ പൂവുണ്ടാവും. ഞാനൊരു ലൈവിൽ ഈ റോസായിരുന്നു കേട്ടോ കാണിച്ചത്, ഞാനൊരു ലൈവിൽ ഇതുപോലെ നിറയെ പൂവുണ്ടായി നിന്ന സമയത്ത് ഞാനിതിൻ്റെ വീഡിയോ ലൈവിൽ കാണിച്ചായിരുന്നു. അപ്പോൾ റെഡാണ് കേട്ടോ, റെഡ് റോസാണ്. ഇനി ഒരു വൈറ്റ് റോസ് ഇതുവരെയും പിടിച്ചില്ല ഫ്രണ്ട്സ്, വൈറ്റ് റോസ് ഇതുവരെ പിടിച്ചിട്ടില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ നോക്കി കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടൊന്നും അങ്ങോട്ട് അത് പിടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ആകെപ്പാടുള്ളതൊരു ബഡ് റോസും ഈ റോസും നാടൻ റോസും രണ്ടും റെഡ് കളറാണ് കേട്ടോ, ഒരു പിങ്കിഷ് ആയിട്ടുള്ള റെഡ്. കട്ട റെഡല്ല, ഒരു പിങ്ക് കലർന്ന ഒരു പിങ്ക് കട്ട പിങ്ക്, അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ ഏകദേശം പുല്ലൊക്കെ കൊത്തി മാറ്റിയിട്ടുണ്ട്. നിറയെ കരിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരിയിലാണ് കേട്ടോ. ഒരു സൈഡിലോട്ട് കണ്ടു കഴിഞ്ഞാൽ നിറയെ കരിയിലാണ്. അതൊക്കെ തൂക്കുന്നവർ പ്രത്യേകം വീഡിയോ ഇടാൻ മാത്രം ഉണ്ട് കേട്ടോ. പടിയായിട്ട് ഇനി കുറച്ച് ചെടികളൊക്കെ നടുന്ന വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് ഒത്തിരി ഒരു ഇതാക്കിക്കോട്ടെ, ഒന്ന് മുറ്റമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇനി പുതിയതായിട്ട് കുറച്ച് ചെടികൾ നടണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 10 മണികളൊക്കെ എല്ലാം ഒരുമാതിരി ആയി നിൽക്കുകയാണ്, എല്ലാം ഒന്ന് പുതിയതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം. കുറേ തൈകളുണ്ട്, അതെല്ലാം ഒന്നുകൂടി ഒക്കെ വെച്ച് കൊടുക്കണം, അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുമല്ലോ. പിന്നെ അങ്ങനെ എൻ്റെ പൂന്തോട്ടത്തിൽ എൻ്റെ റോസിന് ഇനി ഇതിനെയൊക്കെ വെട്ടി ഒന്ന് റെഡിയാക്കണം കേട്ടോ. കുറേ ഇങ്ങനെ കുറച്ച് വളർന്ന് നിൽക്കുകയാണ്, പൂവെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പോൾ വലിയ റോസാണ് കേട്ടോ, അത് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ആയി, ഇത് മൊട്ട് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് ആ കൊമ്പ് അങ്ങ് പൊങ്ങിപ്പോയതിന് ശേഷമാണത് മൊട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അതാണ് ഇതിങ്ങനെ പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ഒക്കെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തും. എന്നിട്ടും അതിൻ്റെ പൂവെല്ലാം വിരിഞ്ഞ് പോയി കഴിഞ്ഞ് അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കാമെന്ന് നേരത്തെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ആ കമ്പുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ, ചിലപ്പോൾ റോഡിൻ്റെ സൈഡിൽ വെച്ചിരുന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ആവശ്യമുള്ളവർ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ബഡ് റോസ് കഴിഞ്ഞ ദിവസം ഞാനൊരു 2 ചുവട് അതുപോലെ വെട്ടി കൊടുത്തതാണ് ഒരു ചേച്ചിക്ക്. അവർക്ക് ഈ സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് വരാൻ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്, ചൂടല്ലേ. എന്നാലും നമ്മൾ ശ്രമിക്കാം, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചോളും കേട്ടോ. അതൊക്കെ ഞാൻ നടും, അതൊക്കെ ഞാൻ അപ്പുറത്ത് സൈഡിലോട്ട് നടും. അപ്പോൾ തൽക്കാലം ഇത് വെട്ടി മാറ്റുന്ന വീഡിയോ മാത്രം ഞാൻ അങ്ങ് എടുത്തിടുവാണ് കേട്ടോ. അത് നമ്മുടെ
കഞ്ഞിവെള്ളമൊക്കെ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട് ഞാൻ ഇതിനൊരു രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചിട്ട് ഇതിൻ്റെ ചോട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങോട്ട് മാറിയിട്ടൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉള്ളിത്തൊണ്ടും ഈ മുട്ടത്തോട് പൊടിച്ചതും എല്ലാം കൂടി അങ്ങോട്ട് കുഴിയിലോട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് കരിയിലേക്ക് കൂടിയൊക്കെ അങ്ങോട്ട് പൊത്തി വെച്ചിട്ട് അതങ്ങ് മൂടും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ കാക്കയുണ്ടല്ലോ, കാക്ക എല്ലാം കൊത്തി വലിച്ച് അവിടെ മൊത്തമാക്കും. അതാണ് അങ്ങനെ മൂടിയിടുന്നത്. അപ്പോൾ കുറച്ച് കരിയിലയും കൂടി പച്ചിലയൊക്കെ കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ അതങ്ങ് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും. കാക്ക കൊത്തിക്കൊണ്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഇത് കത്രികയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മൂർച്ചയില്ല, അതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പാട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കത്രികയാണ് കേട്ടോ, ചെടികൾ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇത് അപ്പുറത്തെ സൈഡൊക്കെ നിറച്ച് കരിയില നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്. അത് ഞാനതിൻ്റെ ഒരു വീഡിയോ ഇനി പ്രത്യേകം എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു ചെടികളുടെ ഒരു കെയറിങ് വീഡിയോ ഇഷ്ടമായോ ഫ്രണ്ട്സ്? താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.